ഞാനൊരു കാര്യം പറയാൻ വന്നെന്താണെന്നറിയോ? ആഹ് എൻ്റെ വീട്ടിലത്തെ ഒരു കാര്യമാട്ടെ, എൻ്റെ വല്യമ്മയുടെ ഒരു കാര്യമാണ്. ഇപ്പോൾ വല്യമ്മയും വല്യച്ഛനൊക്കെ ഡൽഹിയിലായിരുന്നു കേട്ടോ. അപ്പോൾ വല്യമ്മ അപ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൽ അമ്മൂമ്മയ്ക്ക് 6 പെൺമക്കളും ഒരാണാണ്. അപ്പോൾ കുറേ ഉണ്ട്. അപ്പോൾ വല്യമ്മ അല്ലേ മൂത്തത്. അപ്പോൾ വല്യമ്മ ഇങ്ങനെ പറയും, വല്യമ്മ ഇങ്ങനെ പണ്ട് എല്ലാ അനിയത്തിമാരെയും അവരെയൊക്കെ കൊണ്ടുപോകും, അവരെ നോക്കും, അങ്ങനെയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുട്ടികളാകുമ്പോൾ ഇങ്ങനെ വല്യമ്മയുടെ അടുത്തൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ വല്യമ്മ പറയും, അതൊക്കെ എടുത്തൊന്ന് ചെയ്താൽ വല്യമ്മ വയ്യ, വല്യമ്മ എനിക്കൊന്നും വയ്യ. അപ്പോൾ വല്യമ്മ പറഞ്ഞു തുടങ്ങും, അതെന്താ? അപ്പോൾ ചിലപ്പോൾ ഈ മോരൊക്കെ ഉണ്ടാക്കുമ്പോൾ കുപ്പിയിലാക്കിയിട്ട് ഈ തൈര് തൊട്ട് അതിങ്ങനെ കുലുക്കാൻ തരും കേട്ടോ വല്യമ്മ. അതിങ്ങനെ തൈര് ഇങ്ങനെ കുലുക്ക്, അപ്പോൾ അതിങ്ങനെ അതിന് ഇത് വരുമല്ലോ, വെണ്ണയൊക്കെ കിട്ടൂല, അപ്പോൾ ഇങ്ങനെ കുലിക്കാനൊക്കെ തരും. അപ്പോൾ നമുക്കൊക്കെ ഒന്നും അത് ഇഷ്ടമുള്ളൊരു കാര്യമില്ല കേട്ടോ. അന്നത്തെ കാലത്തെ ഒരു കാര്യം. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്യമ്മ പറയുന്നൊരു കാര്യമുണ്ട്, ഞാനൊക്കെ ഉണ്ടല്ലോ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ അങ്ങനെയാണ്, നിൻ്റെ അമ്മേനെ നോക്കി അവരെ നോക്കി ഇവരിങ്ങനെ കുറേ കഥകൾ പറയുമ്പോൾ ഞാൻ പറയും, വല്യമ്മ അങ്ങോട്ട് തന്നോ, ഞാൻ ചെയ്തോണ്ട്, അതാ നല്ലത് എന്ന് പറയും. ഇതിങ്ങനെ കുലുക്കി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം തീർന്നു കിട്ടുമല്ലോ. അങ്ങനത്തെ ഒരു അനുഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇതുമാതിരിയുള്ള ചില അനുഭവങ്ങൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഈ ചെറിയ പഴയ കഥകൾ അങ്ങോട്ട് പറഞ്ഞിങ്ങനെ അങ്ങോട്ട് വരുന്ന സമയത്ത് അയ്യോ, നിങ്ങൾക്ക് ബോറടിക്കാറുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ ഞാനിങ്ങനെ വല്യമ്മയുടെ കാര്യം പറഞ്ഞല്ലേ. അപ്പോൾ വല്യമ്മയുടെ കാര്യത്തിൽ വല്യമ്മ വേറൊരു കാര്യമുണ്ട് കേട്ടോ. വല്യമ്മയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്യമ്മ എന്ത് കാര്യത്തിനും ഡാൻസ് കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് പുള്ളിക്കാരത്തേക്ക് ഇൻട്രസ്റ്റാണ്. പുള്ളിക്കാരത്തി എയർഫോഴ്സിൽ അങ്കിളിന് ജോലി ഉണ്ടായിരുന്നു വലിയച്ഛന്. അപ്പോൾ അവിടെയൊക്കെ പോകുന്ന സമയത്ത് കഥകളി ആയാലും ഡാൻസ് ആയാലും എല്ലാം പുള്ളിക്കാരത്തി കയറി സ്റ്റേജിൽ കയറിക്കോളും. ഭയങ്കര ഒരു ഇഷ്ടമാണ്. എന്ത് കാര്യങ്ങളും പഠിക്കാനും കാര്യങ്ങളും ഒക്കെ ആളുടെ ഒരു സ്മാർട്ട്നെസ് ആണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഒരു പ്രത്യേകത തന്നെയാട്ടോ നമുക്ക്. നമ്മൾ ചില കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ചില നല്ല കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്നൊക്കെ പഠിക്കാനുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ കുലുക്കി വെണ്ണ എടുക്കുമ്പോൾ, അപ്പം എൻ്റെ വീട്ടിലിങ്ങനെ നമ്മൾ തറവാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇതിട്ടിട്ട് ഇങ്ങനെ ചെയ്യുമല്ലോ, പാത്രത്തിൽ ഇങ്ങനെ ഇങ്ങനെ കലത്തിലിങ്ങനെ കിടക്കുമ്പോൾ അതിങ്ങനെ അരികിലിങ്ങനെ വരില്ലേ ഇങ്ങനെ വെണ്ണ. അപ്പം അതൊക്കെ ചുണ്ടിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ല സുഖമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊക്കെ എവിടെയല്ലേ നമ്മളിങ്ങനെ കടയിൽ പോയിട്ട് അമ്മൂല് ബേബി അമ്മൂല് ഇങ്ങോട്ട് കൊണ്ടുവരിക, അതാവും. പക്ഷെ എന്നാലും നാട്ടിൻ പുറത്തൊക്കെ പോണ സമയത്ത് അമ്മൂമ്മയൊക്കെ ഇങ്ങനെ ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ ചെറിയമ്മമാരൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പോരും. അതൊക്കെ ഒരു ഭയങ്കര ഒരു നൊസ്റ്റ ഫീലാണ്. എന്തായി ചെയ്യാറുണ്ടോ? ചുണ്ടിലൊക്കെ അത് തേച്ച് കഴിഞ്ഞാൽ നല്ലതാന്ന് പറയും. അപ്പം നമ്മളിങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ട് ഇങ്ങനെ തേക്കും. തേച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ആക്കിയിട്ട് അത് കഴിക്കലല്ലേ നമ്മുടെയൊക്കെ ഒരു പണി ഉണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ ഈ ഇതിനെക്കുറിച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈ മോരും ഇതൊക്കെ കഴിക്കുന്നതൊക്കെ ഭയങ്കര നല്ലതാണ്. നമ്മളുണ്ടാക്കി നമ്മുടെ വീട്ടിലുണ്ടാക്കി എടുക്കുന്ന ഇതൊക്കെയാണ് ഏറ്റവും നല്ലത്, പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളെന്നാണ് പറയാം. അല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മുടെ വീടുകളിൽ ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ ആര് കേൾക്കാല്ലേ.